ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സിൻ്റെ 28 ദിവസത്തെ മെമ്പർഷിപ്പ് മെയ് 3rd വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓൺലൈൻ സെഷനാണ്, സൂം സെഷനാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സാധാരണ 23 ഡേയ്സ് ആയിരുന്നു, അത് ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ നമ്മൾ 28 ഡേയ്സിലേക്ക് മാറ്റി. കാര്യം 5 ഡേയ്സും കൂടെ കൂടുതൽ എക്സസൈസിന് വേണ്ടി, കൂടുതൽ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ നമുക്ക് കിടക്കാം. ഈ വരുന്ന 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MPC മീറ്റാണ്. റിസർവ് ബാങ്ക് ഓൾറെഡി അനൗൺസ് ചെയ്തു. അതിൻ്റെ റേറ്റ് സെറ്റിലിംഗ് പാനൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്, മോണിറ്ററി കമ്മിറ്റി അനൗൺസ് ചെയ്തു. ആൻഡ് 2024 ഫിനാൻഷ്യൽ 24 കമ്മിറ്റി വിൽ മീറ്റ് 6 times ആണ്. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി US ഫെഡ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം തന്നെ 3 റേറ്റ് കട്ട്സ് വരാനുള്ള സാധ്യതയെക്കുറിച്ച് ഓൾറെഡി US അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും വിപണിക്ക് അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടാകുമില്ലയോ നമുക്ക് മുൻവിധികളൊന്നുമില്ല. ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ്. അതിനുശേഷമുള്ള ബാക്കിയുള്ള മീറ്റിംഗ്സ് ജൂൺ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ ആൻഡ് ഫെബ്രുവരി 2025. ഇതാണ് സോഫാർ RBI അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്ന RBI ഗവർണറാണ് ചെയർ ചെയ്യുന്നത്. ആൻഡ് 2 representatives ഫ്രം സെൻട്രൽ ബാങ്ക്, 3 എക്സ്റ്റേണൽ മെമ്പേഴ്സുമുണ്ട്. 3 സ്ട്രോങ് തീംസാണ് ഇപ്പം മാർക്കറ്റിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ തീംസിനെ കുറിച്ച് വാല്യുവേറ്റ് ചെയ്യാം. ആ തീംസിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. 1 റിയൽ എസ്റ്റേറ്റ്, 2 എനർജി ട്രാൻസിഷൻ, 3 മാനുഫാക്ചറിങ്. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇൻവെൻട്രി, റിയൽ എസ്റ്റേറ്റിലെ ഇൻവെൻട്രി 7% താന്നു എന്നുള്ള റിപ്പോർട്ട് വന്നു. അതിൻ്റെ അർത്ഥം റിയൽ എസ്റ്റേറ്റിൽ ഹ്യൂജ് ബുക്കിംഗ് ആണ് നടക്കുന്നത്. ഇൻവെൻട്രി താഴുക എന്ന് വെച്ചാൽ അത്രയും എന്താ പറയണ്ടേ, അത്രയും യൂണിറ്റ്സ് വിറ്റ് പോകുന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ദാറ്റ് മീൻസ് റിയൽ എസ്റ്റേറ്റ് വളരെ ട്രെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. രണ്ടാമത്തെ കാര്യം എനർജി ട്രാൻസിഷൻ പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പവർ ട്രാൻസ്മിഷനാണ് ത്രൈവ് ചെയ്യുന്നത്. ബേസിക്കലി പവർ ട്രാൻസ്മിഷൻ സെക്ടറിൻ്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് എൻട്രി ബാരിയേഴ്സാണ്, ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. രണ്ടും വലിയ വലിയ ഇഷ്യൂസാണ് പുതിയൊരു കമ്പനിക്ക് ആ ഒരു ഇൻഡസ്ട്രി ആ കമ്പനിക്ക് ഒന്ന് പച്ച പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ GT&T എന്ന് പറയുന്ന കമ്പനിയുടെ നിങ്ങൾ കഴിഞ്ഞ ഏണിങ്സ് ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. പല യൂറോപ്യൻ ഓഡിയേഴ്സും അവർക്ക് ക്യാറ്റർ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് പല യൂറോപ്യൻ ഓഡിയേഴ്സും ഇന്ത്യയിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു, GT&Tയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരുടെ സബ്സിഡീസിൻ്റെ ഓർഡറാണ് അവർ ഓർഡറിൻ്റെ ഡീറ്റെയിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അക്രോസ് വേൾഡ് ബേസിക്കലി പവർ ട്രാൻസ്മിഷനുള്ള സ്കോപ്പ് ഹ്യൂജ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എനർജി വലിയൊരു അക്രോസ് വേൾഡ് ത്രൈവ് ചെയ്യുന്ന വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട്, വലിയൊരു തീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം മാനുഫാക്ചറിങ്. നമ്മൾ കഴിഞ്ഞൊരു 1 year ഇഷ്ടംപോലെ ക്യാപെക്സ് എന്താ പറയുക, ബേസിക്കലി ഫ്രം സ്റ്റാർട്ട് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ് ക്യാപെക്സ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കമ്പനികളൊക്കെ അതിന് കൂട്ടത്തിൽ വന്നതിന് ശേഷം, മേക്ക് ഇൻ ഇന്ത്യ പ്രത്യേകിച്ചൊരു ഡ്രൈവ് വന്നതിന് ശേഷം നമുക്ക് ഹ്യൂജ് ക്യാപെക്സ് ഡെവലപ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനികളിൽ മാനുഫാക്ചറിങ് സെറ്റപ്പിന് വേണ്ടിയുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ധാരാളം കമ്പനികൾ, അത് സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ, ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാനുഫാക്ചറിങ് ഏറ്റവും ത്രൈവ് ചെയ്യുന്നൊരു ഒരു മൊമെൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു കാര്യം ഇതൊക്കെയാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് മീൻ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ചെങ്കടൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലോജിസ്റ്റിക്സിൻ്റെ എന്തുമാത്രം കമ്പനികൾക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് Q4 റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ആ ഒരൊറ്റ പോയിന്റ് മാത്രമേ ബേസിക്കലി ഒരു കൺഫ്യൂഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം റെക്കോർഡായിട്ടുള്ള പ്രൊഡക്ഷനാണ് NLC ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ലിഗ്നൈറ്റിലും കോളിലും കൊടുത്തിരിക്കുന്നത് ഫിനാൻഷ്യൽ 24. ശരിക്കും പറഞ്ഞാൽ 36.14 million tons ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ. കമ്പനിയുടെ ഹിസ്റ്ററിയിലെ ഹയസ്റ്റ് പ്രൊഡക്ഷനാണ് കമ്പനി നടത്തിയിരിക്കുന്നത് 2024. തീർച്ചയായും ഇത് കമ്പനിയുടെ പ്രോഫിറ്റിലേക്കും കമ്പനിയുടെ ടോപ്പ് ലൈൻ ഗ്രോത്തിലേക്കും ഒക്കെ ഇത് ശരിക്കും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം റിസൾട്ട് വന്നാൽ അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ തീർച്ചയായും ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറച്ച് ഫിനാൻഷ്യൽ ഇൻപുട്സ് ആണ് ഇന്നത്തെ. ബേസിക്കലി TVS മോട്ടറിൻ്റെ മാർച്ച് സെയിൽ വന്നിട്ട് 3.54 lakhs വേഴ്സസ് 3.17 YOY. സോ സംതിങ് അറൗണ്ട് 37,000 യൂണിറ്റിൻ്റെ ഇൻക്രീസാണ് YOY വന്നിരിക്കുന്നത്. ആൻഡ് എക്സ്പോർട്ടും ഹ്യൂജ് എക്സ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 91,972 യൂണിറ്റ്സ് വേഴ്സസ് 75,037 ഒരു കൊല്ലം മുമ്പിലുള്ള ഫിഗറുമായിട്ട് നോക്കാൻ നേരത്തെ. ഡിഫൻസ് എക്സ്പോർട്സ് റൈസ് ബൈ 32.55% ആണ് 2024 കൂടിയിരിക്കുന്നത് ടു 21,083 കോടി. ഗവൺമെൻറ് ബഡ്ജറ്റ് ഈ സംതിങ് അറൗണ്ട് 35,000 to 50,000 crores ആണ് ഓരോ പീരീഡ് നെക്സ്റ്റ് 5 years എന്ന് ഓർത്തോണം. അപ്പോൾ ഡിഫൻസ് കമ്പനികളുടെ സ്കോപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സെക്ടർ വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ സ്കോപ്പ്
ഹീറോ മോട്ടോർ കപ്പിൻ്റെ മാർച്ച് സെയിൽ വന്നിട്ടുണ്ട് 4.56 ആണ് വേഴ്സസ് 4.85. കുറച്ചൊന്ന് ഡൗൺ ആണ് YOY. അതിന് എക്സ്പോർട്സിലും എക്സ്പോർട്സ് 31,358 യൂണിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വേഴ്സസ് 16,612 യൂണിറ്റിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആയെന്ന് വേണം പറയാൻ സാധിക്കും. മാരുതിയുടെ പ്രൊഡക്ഷൻ വന്നിട്ട് മാർച്ച് അപ്പ് ബൈ 8% ടു 1,60,730 യൂണിറ്റ്സിലേക്ക് മാരുതി കുതിച്ചുകയറി മാർച്ച് പ്രൊഡക്ഷൻ.